സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ സെക്ഷനാണ് ഗ്രൂപ്പ്സ് ഓഫ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് എന്നും ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മൾ ഒരു പ്രത്യേക ടൈപ്പ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് പഠിക്കാൻ പോവാണ്, അതായത് പെർമ്യൂട്ടേഷന്റെ ഗ്രൂപ്പ്. പെർമ്യൂട്ടേഷന്റെ ഗ്രൂപ്പ് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം പെർമ്യൂട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. So a permutation of a set A is a function phi from A to A that is both 1 1 and on 2. അതായത് A എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് A എന്ന് പറയുന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന 1 1 and on 2 ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. 1 1 and on 2 ഫംഗ്ഷൻ. എന്താണ് 1 1 and on 2 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 1 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടത്തെ ഒരു എലമെന്റിലോട്ട് ഇവിടത്തെ ഒരു എലമെന്റ് മാത്രമേ മാപ്പ് ചെയ്യൂ, രണ്ടുപേരും ഒരേ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഫംഗ്ഷൻ ആണ് 1 1 ഫംഗ്ഷൻ അല്ലെ. എന്താണ് on 2 ഫംഗ്ഷൻ? ഇവിടുത്തെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം, അതായത് എല്ലാ എലമെന്റുകളെയും ഇവിടുത്തെ ആരെങ്കിലും വന്ന് മാപ്പ് ചെയ്യണം അല്ലെ. അങ്ങനെയാണ് നമ്മൾ on 2 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന 1 1 and on 2 ഫംഗ്ഷൻ, ഇതിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ബൈജക്റ്റീവ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇനി എന്താണ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്ന് നോക്കാം. ഇത് ഫംഗ്ഷൻ കോമ്പോസിഷനെ ഡിനോട്ട് ചെയ്യുന്ന സാധനമാണ് ഈ നൊട്ടേഷൻ. അതായത് ജസ്റ്റ് ഒരു പൂജ്യം ഇടുക, ചെറിയൊരു പൂജ്യം ഇടുക, അതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ എഫ് കോമ്പോസിഷൻ ജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത്? അതൊരു ഫംഗ്ഷൻ ആണ് അല്ലെ. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലെ. കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഈ പറയുന്ന പെർമ്യൂട്ടേഷനുകൾ എന്താണ്? ഒരു ഗ്രൂപ്പാണ്. അതായത് നമ്മളൊരു സെറ്റ് എടുക്കും, ഒരു സെറ്റ് എ, ആ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ പെർമ്യൂട്ടേഷനുകളുടെയും കളക്ഷൻ എടുക്കും, അതിനകത്തൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യും, കോമ്പോസിഷൻ. ഇതിനെയാണ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒന്നും മനസ്സിലായി കാണില്ല, നമുക്ക് ഈ ഡെഫിനിഷൻ വെച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ കാര്യമായിട്ട് മനസ്സിലാവും. നോക്കാം. Suppose that capital A is equal to 1 2 3 4 5 and that sigma and tau be 2 permutations. അപ്പോൾ ആദ്യം നമുക്ക് പെർമ്യൂട്ടേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1 2 3 4 5 എന്ന് പറയുന്ന 5 ആൾക്കാർ, അതിനെ ഒരു പെർമ്യൂട്ടേഷൻ എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ, ഒരു പെർമ്യൂട്ടേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഈ ഓരോരുത്തരെയും ഇതിൽ തന്നെയുള്ള ഓരോരുത്തരുമായിട്ട് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സിഗ്മ നോക്കി, 1നെ 4ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2നെ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു, 3നെ 5ലേക്ക് മാപ്പ് ചെയ്യുന്നു, 4നെ 3ലേക്ക് മാപ്പ് ചെയ്യുന്നു, 5നെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. രണ്ടുപേരും ഒരേ ആളെ മാപ്പ് ചെയ്യുന്നില്ല, ഒരാള് പോലും ഇവിടെ വരാതെയും ഇരുന്നിട്ടില്ല. സോ 1 1 on 2 ഫംഗ്ഷൻ ആണ് സിഗ്മ. അതേപോലെ ടോ, 1നെ 3ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2നെ 5ലേക്ക്, 3നെ 4ലേക്ക്, 4നെ 2ലേക്ക്, 5നെ 1ലേക്ക്. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. നോക്കിയേ, ദിസ് ക്യാൻ ബി സീൻ ആസ് സിഗ്മ ഓഫ് 1 ഈക്വൽ ടു 4, സിഗ്മ ഓഫ് 2 ഈക്വൽ ടു 2 ആൻഡ് സോ ഓൺ, ടോ ഓഫ് 1 ഈക്വൽ ടു 3, ടോ ഓഫ് 2 ഈക്വൽ ടു 5 ആൻഡ് സോ ഓൺ. ഇനി എന്താണ് കോമ്പോസിഷൻ മാപ്പിംഗ് എന്ന് നോക്കാം. സിഗ്മ കോമ്പോസിഷൻ ടി, അതിനെ നമ്മൾ ജസ്റ്റ് സിഗ്മ ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. അതായത് ഓപ്പറേഷനെ നമ്മൾ മാറ്റും. ഇപ്പൊ നമ്മൾ എന്താണ് എക്സ് ഇൻറ്റു വൈ, അതിനെ നമ്മൾ എക്സ് വൈ എന്ന് എഴുതത്തില്ലേ. അതേപോലെ സിഗ്മ കോമ്പോസിഷൻ ടോ, കോമ്പോസിഷൻ ഓപ്പറേഷൻ ആണ്, അത് മാറ്റിയിട്ട് സിഗ്മ ടോ എന്ന് എഴുതി. നോക്കാം. അതായത് സിഗ്മ എന്ന് പറയുന്നത് ഈ ഒരു പെർമ്യൂട്ടേഷൻ ആണ്, ടോ എന്ന് പറയുന്നത് ഈ ഒരു പെർമ്യൂട്ടേഷൻ ആണ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 പെർമ്യൂട്ടേഷൻ തരും, കാൽക്കുലേറ്റ് സിഗ്മ ടോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് സിഗ്മ കോമ്പോസിഷൻ ടോ. സിഗ്മ ടോ എന്നായിരിക്കും ചോദിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷന്റെ ആൻസർ കണ്ടുപിടിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഓപ്പറേഷൻ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് ശ്രദ്ധിച്ച് നോക്കിക്കോ. റൈറ്റ് സൈഡിലെ പെർമ്യൂട്ടേഷനിൽ നിന്ന് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. എപ്പോഴും റൈറ്റ് സൈഡിലെ പെർമ്യൂട്ടേഷൻ എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ മേളിൽ 1 2 3 4 ആദ്യമേ എഴുതുക. ഞാൻ ഇവിടെ കാണിച്ചു തരാം. 1 2 3 4 5 ആദ്യമേ എഴുതുക. ഇനി റൈറ്റിൽ നിന്ന് തുടങ്ങാം. 1 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു വേണം നമുക്കറിയാം. അപ്പൊ 1 ഇവിടെ 3ലേക്ക് മാപ്പ് ചെയ്യുന്നു, 3 ഇവിടെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 5ലേക്ക് മാപ്പ് ചെയ്യുന്നു. സോ 1 സ്റ്റാർട്ട് ചെയ്യുന്നു, 1 3ലേക്ക് മാപ്പ് ചെയ്യുന്നു, 3 5ലേക്ക് മാപ്പ് ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി 1 5ലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അടുത്തത് നിങ്ങൾ പറ. നോക്കി, 2 5ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2 5ലേക്ക് മാപ്പ് ചെയ്യുന്നു, 5 ഇവിടെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 5 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. സോ 2 അൾട്ടിമേറ്റ്ലി 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. 3 4ലേക്ക് മാപ്പ് ചെയ്യുന്നു, 4 ഇവിടെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 4 3ലേക്ക് മാപ്പ് ചെയ്യുന്നു. സോ 3 അൾട്ടിമേറ്റ്ലി 3ലേക്ക് മാപ്പ് ചെയ്യുന്നു. 4 2ലേക്ക് മാപ്പ് ചെയ്യുന്നു,
2 2ലേക്ക് മാപ്പ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? 4 2ലേക്ക് മാപ്പ് ചെയ്യുന്നു കിട്ടി. 5 1ലേക്ക് മാപ്പ് ചെയ്യുന്നു, 1 4ലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത്. ദാറ്റ് മീൻസ് സംഭവം മീനിങ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നോക്കിയടാ, നമുക്ക് സിഗ്മ ടോ ഓഫ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞു 5 ആണെന്ന്. സ്റ്റിൽ സിഗ്മ ടോ ഓഫ് 1 എന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ് ടോ ഓഫ് 1 ആണ്. അപ്പൊ നമ്മൾ ടോ ഓഫ് 1 നോക്കും. ടോ ഓഫ് 1 3 ആണ്. ദാറ്റ് ഈസ് സിഗ്മ ഓഫ് 3 എന്ന് വരും. ഇനി സിഗ്മ ഓഫ് 3 എന്താണ്? 5 ആണ്. ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് ഇതിൽ നോക്കി എഴുതാൻ പറ്റും. ഇപ്പൊ സിഗ്മ ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. സ്റ്റിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു തിയറം നോക്കാം. Let capital A be a non-empty set and let SA be the collection of all permutations of A. Then SA is a group under permutation multiplication. അതായത് നമ്മൾ ഇവിടെ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു സാധനത്തിനെ ഡിഫൈൻ ചെയ്ത് വെച്ചു. നോക്കിയടാ, ദ ഫംഗ്ഷൻ composition function is a binary operation on the collection of all permutation of a set A എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്നായിരുന്നു ഇവിടെ പറഞ്ഞത്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് ഒരു ഫംഗ്ഷൻ ഞാൻ എടുത്തു, ആ ഫംഗ്ഷൻ കോമ്പോസിഷൻ വേറൊരു ഫംഗ്ഷൻ എടുത്തു, കിട്ടുന്ന ഉത്തരവും ഒരു 1 1 on 2 ഫംഗ്ഷൻ ആയിരിക്കണം. ബൈനറി ഓപ്പറേഷനിൽ അത് ശരിയാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചിട്ടുണ്ടല്ലേ, ഇത് ബൈനറി ഓപ്പറേഷൻ ആണ്. 2 പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവും എന്ത് തന്നെ ആയിരിക്കും? ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് നോക്കാം, ഇതൊരു 1 1 on 2 ഫംഗ്ഷൻ ആയതുകൊണ്ട് പെർമ്യൂട്ടേഷൻ ആണ്. ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കളക്ഷൻ ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ എടുത്താൽ ഇത് ഗ്രൂപ്പ് ആകുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സാധനം ഒരു ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. എന്തൊക്കെ കാണിക്കണം? അത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം, അസോസിയേറ്റീവ് ആണെന്ന് കാണിക്കണം, ഐഡന്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം, ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അല്ലെ, ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം, അസോസിയേറ്റിവിറ്റി കാണിക്കണം, ഐഡന്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം, അടുത്ത ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ആദ്യമേ നമുക്ക് വേണ്ടത് ക്ലോസ്ഡ് ആണെന്നാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്തു. SA ഈസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് എ. കളക്ഷൻ ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് എ, അതായത് എയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ പെർമ്യൂട്ടേഷൻസും. എന്താണ് പെർമ്യൂട്ടേഷൻ? എയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ 1 1 on 2 ഫംഗ്ഷന്റെയും കളക്ഷൻ നമ്മൾ എടുത്തു. അവിടുത്തെ ഓപ്പറേഷൻ 2 പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോമ്പോസിഷൻ ആണെന്ന് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് കാണിക്കേണ്ടത് ക്ലോസ്ഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. എന്താണ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, A, B എന്ന് പറയുന്ന 2 എലമെന്റ് എടുത്താൽ എ ബിയും ആ സെറ്റ് തന്നെ കാണണം. അപ്പൊ ഇവിടുത്തെ എലമെന്റുകൾ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻസ് ആണ്, ഫംഗ്ഷൻസ് ആണ്. അതായത് സിഗ്മയും ടോയും എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോമ്പോസിഷനും ഈ ഗ്രൂപ്പിൽ തന്നെ കാണണം, ഈ കളക്ഷനിൽ തന്നെ കാണണം. ഇവിടുത്തെ കളക്ഷൻ എന്താണ്? പെർമ്യൂട്ടേഷൻ ആണ്. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ, 2 പെർമ്യൂട്ടേഷൻ എടുത്ത് അവരുടെ കോമ്പോസിഷൻ എടുത്താലും ഈ കളക്ഷനിൽ കാണണമെന്ന് പറഞ്ഞാൽ അതൊരു പെർമ്യൂട്ടേഷൻ ആയിരിക്കണം. അതായത് 2 പെർമ്യൂട്ടേഷന്റെ കോമ്പോസിഷൻ എടുത്താൽ അതൊരു പെർമ്യൂട്ടേഷൻ ആണെന്ന് വേണം പ്രൂവ് ചെയ്യാൻ. പെർമ്യൂട്ടേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ 2 കാര്യങ്ങൾ കാണിക്കണം. ഒന്ന് 1 1 ആണെന്ന് കാണിക്കണം, 2 on 2 ആണെന്ന് കാണിക്കണം. അപ്പൊ ജോലി ഇത്രയേ ഉള്ളൂ. സിഗ്മ കോമ്പോസിഷൻ ടോ എന്ന് പറയുന്ന സാധനം 1 1 on 2 ആണെന്ന് വേണം കാണിക്കാൻ. ഇനി എങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ 1 1 ആണെന്ന് കാണിക്കുന്നത്? 1 1 ആണെന്ന് കാണിക്കണമെങ്കിൽ സംഭവം സിമ്പിൾ ആണ്. നോക്കി, ഇപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആവണമെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കും. ചെയ്ത് വരുമ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് വരണം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പൊ സിഗ്മ കോമ്പോസിഷൻ ടോ 1 1 ആണെന്ന് കാണിക്കാൻ നമ്മൾ സിഗ്മ കോമ്പോസിഷൻ ടോ ഓഫ് x1 ന് പകരം a1 a2 ആണ് എടുത്തിരിക്കുന്നത്. ഓഫ് a1 ഈക്വൽ ടു സിഗ്മ ടോ ഓഫ് a2 എന്ന് വിളിച്ചു. ഇനി നമുക്ക് a1 ഈക്വൽ ടു a2 എന്ന് വേണം എത്താൻ. ഇനി സിഗ്മ ഓഫ് ടോ ഓഫ് എ1 ഈക്വൽ ടു സിഗ്മ ഓഫ് ടോ ഓഫ് എ2 നമുക്ക് വിളിക്കാം, കോമ്പോസിഷൻ ആയതുകൊണ്ട്. ഇനി നമുക്കറിയാം സിഗ്മ എന്താണ്? ഒരു 1 1 ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ വന്നാൽ സിഗ്മ ഓഫ് x1 ഈക്വൽ ടു സിഗ്മ ഓഫ് x2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് പറയാം, കാരണം സിഗ്മ 1 1 ആണ്. അങ്ങനെയാണെങ്കിൽ x1 ന് പകരം ഇപ്പൊ സിഗ്മ ഓഫ് ടോ ഓഫ് എ1 എന്ന് വന്നു, ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ടോ ഓഫ് എ2. നോക്കിയേ, x1 x2 ഈക്വൽ ആണെങ്കിൽ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് വിളിക്കാം. അപ്പൊ അകത്ത് കിടക്കുന്നവർ ഈക്വൽ ആണെന്ന് പറയാമല്ലോ. ടോ ഓഫ് എ1 ഈക്വൽ ടു ടോ ഓഫ് എ2. അതായത് സിഗ്മ ഒരു 1 1 ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിനകത്ത് കിടക്കുന്ന ആൾക്കാർ ഈക്വൽ ആണെന്ന് വന്നു.
ടോ ഓഫ് A1 ഈക്വൽ ടോ ഓഫ് A2. ഇനി അതേപോലെ ടോ ഒരു 1 1 ഫംഗ്ഷൻ ആണ്. അപ്പൊ അതേപോലെ ഇവിടെ വരും. നോക്കിയേ, ടോ 1 1 ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് പറയാം? ടോ ഓഫ് A1 ഈക്വൽ ടു ടോ ഓഫ് A2 ആണെങ്കിൽ A1 ഈക്വൽ ടു A2 എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതേപോലെ ടോ ഓഫ് A1 ഈക്വൽ ടു ടോ ഓഫ് A2 ആയതുകൊണ്ട് A1 ഈക്വൽ ടു A2 എന്ന് കിട്ടി. ടോ 1 1 ആണ് അല്ലെ? അപ്പൊ സിഗ്മ ടോ 1 1 ആണെന്ന് കിട്ടി. കാരണം സിഗ്മ ടോ ഓഫ് A1 ഈക്വൽ ടു സിഗ്മ ടോ ഓഫ് A2 എന്ന് എടുത്തപ്പോൾ നമുക്ക് A1 ഈക്വൽ ടു A2 എന്ന് കാണിക്കാൻ പറ്റി. ഇനി എങ്ങനെയാണ് നമ്മൾ ഓൺ ടു കാണിക്കുന്നത്? ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ നോക്കുക, ഇതാണ് സിഗ്മ. സോറി, ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇതും എ എന്ന് പറയുന്ന സെറ്റ്, ഇതും എ എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ ഇവിടെ നിന്ന് ടോ എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിനെ എയിലേക്ക് മാപ്പ് ചെയ്യും. ടോ സിഗ്മ എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിനെ എയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ ശരിക്കും സിഗ്മ ടോ എന്ന് പറയുന്നതും എയിന്ന് എയിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ഓൺ ടു ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് പറയും? ഇവിടെ നിന്ന് ഒരു എലമെന്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എലമെന്റ് ഉണ്ടെന്ന് പറയണം. ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടെ നിന്ന് ഒരു എലമെന്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എലമെന്റ് കാണും, സച്ച് ദാറ്റ് ടോ ഓഫ് ദാറ്റ് എലമെന്റ് ഈസ് എ. ഇനി ആ ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് എലമെന്റ് കാണും, ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യുന്ന രീതിയിൽ. സോ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എടുത്താൽ സിഗ്മ ഓൺ ടു ആയതുകൊണ്ട് ഒരു എ ഡാഷ് ബിലോങ്സ് ടു എ കാണും, സച്ച് ദാറ്റ് സിഗ്മ ഓഫ് എ ഡാഷ് ഈസ് ഈക്വൽ ടു എ. ഇനി ടോ ഓൺ ടു ആയതുകൊണ്ട് there exists എ ഡബിൾ ഡാഷ് ബിലോങ്സ് ടു എ, സച്ച് ദാറ്റ് ടോ ഓഫ് എ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ്. ഇതാണ് ടോയെ. നമ്മൾ സിഗ്മ ടോ എഴുതുമ്പോൾ ടോയിനെ വേണം ആദ്യം എടുക്കാൻ. അതായത് ഇത് ടോയാണ്, ഇനി ഇതാണ് സിഗ്മ. അപ്പോൾ ഇവിടെ ഒരു എലമെന്റ് എടുത്താൽ ഇവിടെ ഒരു എ എടുത്തു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എ ഡാഷ് കാണും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് കാണും? എ ഡബിൾ ഡാഷ് കാണും. സോ സിഗ്മ ഓഫ് എ ഡാഷ് ഈസ് ഈക്വൽ ടു എ എന്ന് വരുന്ന രീതിയിൽ ഒരു എ ഡാഷ് കാണും, ടോ ഓഫ് എ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് വരുന്ന രീതിയിൽ ഒരു എ ഡബിൾ ഡാഷും കാണും. സോ നമുക്ക് എ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് എ ഡാഷ് എന്ന് എഴുതാം. സിഗ്മ ഓഫ് എ ഡാഷിന് നമുക്ക് ടോ ഓഫ് എ ഡബിൾ ഡാഷ് എന്ന് എഴുതാം. സോ സിഗ്മ ടോ ഓഫ് എ ഡബിൾ ഡാഷ് എന്ന് വരും. അപ്പോൾ ഒരു എ ഡബിൾ ഡാഷ് എയിൽ ഉണ്ടായിരിക്കും, സിഗ്മ ടോ ഓഫ് എ ഡബിൾ ഡാഷ് എ എന്ന് വരുന്ന രീതിയിൽ. സോ അത് ഓൺ ടു ആണ്. അപ്പൊ സിഗ്മ ടോ എന്ന് പറയുന്നത് 1 1 ഉം ഓൺ ടു ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയി. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇവിടെ കഴിഞ്ഞു, ക്ലോസ്ഡ് ആയി. ഇനി കാണിക്കേണ്ടത് അസോസിയേറ്റിവിറ്റി ആണ് അല്ലെ? ഈ പറയുന്ന കോമ്പോസിഷൻ മാപ്പിംഗ് എപ്പോഴും എന്താണ്? അസോസിയേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ഫംഗ്ഷൻ കോമ്പോസിഷൻ. നമ്മൾ 3 പെർമ്യൂട്ടേഷൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ കോമ്പോസിഷൻ, ടോ കോമ്പോസിഷൻ, റോ എന്ന് പറയുന്ന 3 സാധനത്തിന് ഒരു എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആളിനെ മാപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, സിഗ്മ ഓഫ് ടോ ഓഫ് റോ ഓഫ് എ. തിരിച്ചെഴുതിയാലും കോമ്പോസിഷൻ മാപ്പിംഗ് തിരിച്ചെഴുതിയാലും അത് ഇങ്ങനെ തന്നെ വരും. സോ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഗ്രൂപ്പിന്റെ ജി ആണ് കേട്ടോ. ഇതല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്നാണ്, നിങ്ങൾ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് അസോസിയേറ്റീവ് ആണെന്ന് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ദ പെർമ്യൂട്ടേഷൻ നമുക്കറിയാം. നെക്സ്റ്റ് വേണ്ടത് ഐഡന്റിറ്റി ആണ്. അപ്പൊ ഐഡന്റിറ്റി മാപ്പിംഗ് ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഐ എന്ന് വിളിച്ചോ, ടെക്സ്റ്റിലെ നൊട്ടേഷൻ ആണ് നോട്ടിൽ ഫോളോ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഐ എന്ന് വിളിച്ചാൽ മതി. ഐ ഓഫ് എ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന മാപ്പിംഗ് എടുത്താൽ ഐഡന്റിറ്റി കിട്ടും. നമുക്ക് നോക്കാം. സിഗ്മ ടോ എന്ന് പറയുന്നതിന് പകരം സിഗ്മ ഐഡന്റിറ്റി ഞാൻ എടുത്തു. സിഗ്മ ഐഡന്റിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ഐ ഓഫ് എ. സിഗ്മ ഓഫ് ഐ ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ നമുക്ക് സിഗ്മ ഓഫ് എ എന്ന് കിട്ടും. അതായത് സിഗ്മ ഓഫ് എ തന്നെയാണ് സിഗ്മ ഐഡന്റിറ്റിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഐഡന്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ ഫംഗ്ഷൻ തന്നെ കിട്ടും. സോ ഐഡന്റിറ്റി മാപ്പിംഗ് ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങൾ എഴുതണമെന്നില്ല, അത് കണ്ടീഷൻ ആണ്, എഴുതണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ഇൻവേഴ്സ് എന്താണ്? നിങ്ങൾ പറ, എന്തായിരിക്കും അതിന്റെ ഇൻവേഴ്സ് വരുന്നത്? വളരെ സിമ്പിൾ ആണ്. ബൈജക്റ്റീവ് ഫംഗ്ഷന് ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു പെർമ്യൂട്ടേഷൻ സിഗ്മ എടുത്താൽ സിഗ്മയുടെ ഇൻവേഴ്സ് ഇവിടെ ഇൻവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് സിഗ്മ കോമ്പോസിഷൻ സിഗ്മ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. സോ ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് പറയാം? കോൺസിക്വൻസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് സിഗ്മ ഈസ് ബോത്ത് 1 1 ഓൺ 2. 1 1 ഓൺ 2 ആയതുകൊണ്ടാണ് നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഐ ഓഫ് എ എന്ന് പറയുന്നത് സിഗ്മ ഇൻവേഴ്സ് ഓഫ് എ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ ഇൻവേഴ്സ് സിഗ്മയും സിഗ്മ ഇൻവേഴ്സും ഐഡന്റിറ്റി തന്നെയാണ് തരുന്നത്. സോ മൂന്നാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള ഇൻവേഴ്സും സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. നമ്മൾ ഇത് എഴുതണമെന്നില്ല, ഇൻവേഴ്സ് ഉണ്ടെന്ന് എഴുതിയാൽ മതി. അങ്ങനെ നമ്മളുടെ കണ്ടീഷനുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതെന്തായി? പെർമ്യൂട്ടേഷന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. Let A be the finite set 1 to etc. n. The group of all permutations of A is the symmetric group on n letters and is defined by Sn. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് A എന്ന് പറയുന്ന കളക്ഷനിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ പെർമ്യൂട്ടേഷനുകളുടെയും ഗ്രൂപ്പാണ് SA എന്നാണ്. അപ്പൊ സിമിലർലി എ എന്ന് പറയുന്നത് 1 to etc. n വരെയുള്ള എലമെന്റുകളാണെങ്കിൽ അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ആ പെർമ്യൂട്ടേഷനുകളുടെ ഗ്രൂപ്പിനെ നമ്മളൊരു പ്രത്യേക പേര് എടുത്ത് വിളിക്കും, Sn എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ S5 ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2-3 പെർമ്യൂട്ടേഷൻ കണ്ടായിരുന്നു. നോക്കിയടാ, ഇതെന്ന് പറയുന്നത് 5 നമ്പർ ഉള്ള ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പെർമ്യൂട്ടേഷൻ ആണ്. സോ ഇത് S5 ഒരു എലമെന്റ് ആണ്.
ടോ S5-ലെ ഒരു എലമെന്റ് ആണ്, സിഗ്മ ടോ എന്ന് പറയുന്നത് S5-ലെ വേറൊരു എലമെന്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് n നമ്പറിൽ പെർമ്യൂട്ടേഷൻ ഓൺ n ലെറ്റേഴ്സ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ ഉണ്ട് A ഈക്വൽ ടു 1 2 3. അപ്പൊ ഈ 1 2 3-ൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പെർമ്യൂട്ടേഷനുകളെല്ലാം ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നോക്കിയേ, ആദ്യത്തേത് ഐഡന്റിറ്റി ആണ്. 1-നെ 1-ലേക്ക്, 2-നെ 2-ലേക്ക്, 3-നെ 3-ലേക്ക് മാപ്പ് ചെയ്യുന്നു. അങ്ങനെ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഐഡന്റിറ്റി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേറെ നമുക്ക് 1-നെ ഫിക്സ് ചെയ്തു, 1-നെ 1-ലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു, 2-നെ 3-ലേക്കും 3-നെ 2-ലേക്കും മാപ്പ് ചെയ്തു. ക്ലിയർ അല്ലേ? 2-നെ 3-ലേക്കും 3-നെ 2-ലേക്കും മാപ്പ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിയടാ, ഇവിടെ 2-നെ ഫിക്സ് ചെയ്യുന്നു, 2-നെ ഫിക്സ് ചെയ്യുന്നു, 2 2-ലേക്ക് തന്നെ പോകുന്നു, 1 3-ലേക്കും 3 1-ലേക്കും പോകുന്നു. വേറെ ഒരെണ്ണത്തിൽ 3 ഫിക്സ് ചെയ്യുന്നു, അടുത്ത 1 2-ലേക്കും 2 1-ലേക്കും പോകുന്നു. അങ്ങനെ ഒരാളെ ഫിക്സ് ചെയ്തിട്ട് വരയ്ക്കുന്ന പെർമ്യൂട്ടേഷൻസ് ആണ് ഈ 3 നെക്സ്റ്റ് നോക്കിയ 3 പേരെ മാറ്റുന്നു, റൊട്ടേഷൻ എന്ന് പറയാം നമുക്ക് ഇതിനെ. ഇത് അതേപോലെ വെച്ചേക്കുന്നു, ഒരു റൊട്ടേഷൻ നടക്കുന്നു. അതായത് 1 ഇപ്പുറത്ത് ആടുന്നു, 2 3 1, കണ്ടോ 1 2 3 മാറി 2 3 1 ആയി. ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യുന്നു, 2 3 1 മാറി 3 1 2 ആയി. അപ്പൊ ഇതാണ് എന്ത്, ഈ ഒരു റൊട്ടേഷൻ മാപ്പിംഗ്. അപ്പൊ ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 1 2 3-നെ വേറെ നമ്പേഴ്സിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു പെർമ്യൂട്ടേഷൻ ഇനി ഉണ്ടാക്കാൻ പറ്റത്തില്ല. മൊത്തം പെർമ്യൂട്ടേഷൻസ് ആയി. എയിൽ വരയ്ക്കാൻ പറ്റുന്ന എല്ലാ പെർമ്യൂട്ടേഷൻസും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എയിൽ എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ട്? 6 പെർമ്യൂട്ടേഷൻ ഉണ്ട്. എ എന്ന് പറയുന്നത് 1 2 3 ആണ്. 1 2 3-ൽ ഉണ്ടാക്കാൻ പറ്റുന്ന പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷനെയാണ് നമ്മൾ S3 എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു രസമുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൽ ഏത് 2 പെർമ്യൂട്ടേഷൻ എടുത്ത് കോമ്പോസിഷൻ എടുത്താലും ഇതിനകത്ത് ഉള്ള ഉത്തരം മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിപ്പോൾ റോ 1 ഇൻറ്റു മ്യൂ 1 ചെയ്യുന്നു. റോ 1 ഇൻറ്റു മ്യൂ 1 നമുക്ക് നോക്കാം. റോ 1 മ്യൂ 1 ചെയ്യാൻ പോവാണ്. അപ്പം നമുക്കറിയാം, വേണമെങ്കിൽ ഒരുമിച്ച് എടുത്ത് എഴുതാം. ആദ്യം റോ 1 എന്ന് പറയുന്നത് 1 2 3 2 3 1, മ്യൂ 1 എന്ന് പറയുന്നത് 1 2 3 1 3 2. ഇവരുടെ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. നേരത്തെ ചെയ്ത പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. 1 2 3 അതുപോലെ എഴുതി. ഇനി 1 ഇവിടെ 1-ലേക്ക് മാപ്പ് ചെയ്യുന്നു, 1 1-ലേക്ക് മാപ്പ് ചെയ്യുന്നു, ആ 1 2-ലേക്ക് മാപ്പ് ചെയ്യുന്നു, സോ 2. അടുത്ത 2 3-ലേക്ക് മാപ്പ് ചെയ്യുന്നു, 3 1-ലേക്ക് മാപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് 3 2-ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2 3-ലേക്ക് മാപ്പ് ചെയ്യുന്നു. 1 2 3 2 1 3 ഇതിനകത്തുണ്ടോ? 1 2 3 2 1 3 1 2 3 2 1 3 ഇതാ നടക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന റോ 1 മ്യൂ 1 എന്ന് പറയുന്നത് മ്യൂ 3 ആണ്. ദാ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയേ, റോ 1 മ്യൂ 1 എന്ന് പറയുന്നത് മ്യൂ 3 അല്ലേ എഴുതിയേക്കുന്നത്. ഇനി തിരിച്ച് റോ 1 മ്യൂ 1 എന്ന് പറയുന്നത് മ്യൂ 3 ആണ്. ഇനി മ്യൂ 1 റോ 1 എന്ന് പറയുന്നത് എന്താണ്? മ്യൂ 1 റോ 1 എന്ന് പറയുമ്പോൾ ഇത് വരും. അതെന്ന് പറയുന്നത് മ്യൂ 2 ആണ്. വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. മ്യൂ 1 റോ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 1 2 3 3 2 ആയിരുന്നു. റോ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 2 3 ഒരു റൊട്ടേഷൻ, അതായത് 2 3 1 ആയിരുന്നു. നമുക്ക് നോക്കാം. നോക്കിയേ, 1 2 3 ആദ്യമേ എഴുതി. 1 2-ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2 3-ലേക്ക് മാപ്പ് ചെയ്യുന്നു. അടുത്ത 2 3-ലേക്ക് മാപ്പ് ചെയ്യുന്നു, 3 2-ലേക്ക് മാപ്പ് ചെയ്യുന്നു. അടുത്ത 3 1-ലേക്ക് മാപ്പ് ചെയ്യുന്നു, 1 1-ലേക്ക് മാപ്പ് ചെയ്യുന്നു. 3 2 1 3 2 1 ആരായിരുന്നു? നോക്കി, 3 2 1 വന്നത് ഇവിടെ അല്ലേ? മ്യൂ 2 അല്ലേ? അപ്പൊ മ്യൂ 2 ആണ്. മ്യൂ 1 റോ 1 എന്ന് പറയുന്നത് മ്യൂ 2 ആണ്. റോ 1 മ്യൂ 1 എന്താ കിട്ടിയത്? റോ 1 മ്യൂ 1 എന്ന് പറയുന്നത് മ്യൂ 3 ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണെങ്കിൽ നമ്മൾ പറയും അതൊരു നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണ്. സോ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, റോ 1 മ്യൂ 1 മ്യൂ 3 ആണ്. മ്യൂ 1 റോ 1 എന്ന് പറയുന്നത് മ്യൂ 2 ആണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ S3-ക്കകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 6 എലമെന്റ് ഉണ്ട്. ആ എലമെന്റുകൾ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ 4 എണ്ണം വരുമ്പോൾ അതിന്റെ രീതിയിൽ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, the nth dihedral group Dn is a group of symmetries of the regular n-gun. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ ഡെഫിനിഷനിലോട്ടാണ് പോകുന്നത്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. Sn-ലെ എലമെന്റുകളുടെ നോക്കി, S3 നോൺ അബീലിയൻ ആണെന്നുണ്ട്. S3 ഹാസ് മിനിമം ഓർഡർ ഫോർ എനി നോൺ അബീലിയൻ ഗ്രൂപ്പ് എന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ വെച്ചേക്കുക. നോൺ അബീലിയൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. Sn-ലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആയിരിക്കും. Sn-ന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് S3-ലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് S3 എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ ആയിരിക്കും. ദാറ്റ് ഈസ് 3 × 2 × 1 ദാറ്റ് ഈസ് 6. 6 എലമെന്റുകളല്ലേ ഇവിടെ കിട്ടിയത്. അപ്പൊ എലമെന്റുകളുടെ എണ്ണം നമുക്ക് ഫാക്ടോറിയൽ എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താണ് nth dihedral group? The nth dihedral group Dn is the group of
symmetries of the regular n-gun. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. There is a natural correspondence between the elements of S3 and the ways in which two copies of an equilateral triangle with vertices 1, 2 and 3 can be placed, one covering the other with vertices on the top of the vertices. S3 is also the group D3 of the symmetries of an equilateral triangle. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഞാൻ എടുത്തു. 1, 2, 3 എന്ന് പറയുന്ന 3 പോയിന്റ്സ് കൊടുത്ത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു. ഇതേ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ നമ്പേഴ്സ് മാറ്റിക്കൊണ്ട് എനിക്ക് ട്രയാങ്കിളിനെ എങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. പൊസിഷൻ മാറ്റുക. 1, 2, 3. 1ന് പകരം എനിക്ക് ഇവിടെ 2 വയ്ക്കാം, 1 വയ്ക്കാം, 3 വയ്ക്കാം, അല്ലെ? 3ന് അതേ കണക്ക് തന്നെ വെച്ചുകൊണ്ട് എനിക്ക് 1ഉം 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 2 എണ്ണം ഉണ്ടാക്കാം. ഇനി അതേപോലെ തന്നെ നോക്കിയേ, 2നെ അവിടെ തന്നെ വെച്ചുകൊണ്ട് 3ഉം 1ഉം ഇവിടെ എഴുതാം, അല്ലെ? ഇനി 1നെ അതേപോലെ തന്നെ വെച്ചുകൊണ്ട് 2ഉം 3ഉം മാറ്റാം. 1നെ അതേപോലെ വെച്ചുകൊണ്ട് 3ഉം 2ഉം ഇങ്ങനെ എഴുതാം. ഇനി എങ്ങനെ എഴുതാം? റൊട്ടേഷൻ ആക്കാം. ഇനി നോക്കിയടാ, 1, 2, 3 മാറ്റിയിട്ട് 3, 1, 2 ആക്കാം. ഇനി അതേപോലെ തന്നെ വീണ്ടും ഒരു റൊട്ടേഷൻ കൂടി ചെയ്താൽ 3, 1, 2 മാറ്റിയിട്ട് എനിക്ക് എങ്ങനെയാക്കാം? 1 ഇവിടെ വരുത്താം. 1, 2, 3 എന്നാക്കാം. അപ്പൊ ഇങ്ങനത്തെ 6 ട്രയാങ്കിൾസ് മാത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റൂ. ഈ പൊസിഷൻ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെയാണ് ഡൈഹീഡ്രൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്ന നമ്പറിന് ഈ ഡൈഹീഡ്രൽ ഗ്രൂപ്പും S3 എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമ്മൾ സിമട്രി ഗ്രൂപ്പ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത് രണ്ട് സെയിം ആണ്. കാര്യം 3 നമ്പേഴ്സേ ഉള്ളൂ. ട്രയാങ്കിളും ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് തന്നെ കിട്ടും. പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിന്റെ വേറൊരു രീതി പോലെ തന്നെ കിട്ടും. 4 എണ്ണത്തിൽ പക്ഷേ ഇത് മാറും. നോക്കിയേ, D4 will be the group of symmetries of the square. It is also called the octic group. അപ്പൊ D4ല് വരുന്നത് എല്ലാം ഒന്നും വരത്തില്ല. D4ല് നോക്കിയേ, D4ല് 6 എലമെന്റ്സ് ആണ് ഇപ്പം, D4ല് നോക്കിയുടെ 8 എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. പക്ഷെ നോക്കി ഞാൻ പറയാം, S4ലെ എലമെന്റ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് 4 × 3 × 2 × 1. ദാറ്റ് ഈസ് 12 × 2 24 വരും. പക്ഷെ D4ന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 8 മാത്രമാണ്. ഇനി D4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. ഒരു സ്ക്വയർ എടുത്തു നിങ്ങൾ. ഒരു സ്ക്വയറിലെ നമ്പേഴ്സിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും? 1, 2, 3, 4 എന്ന് പറയുന്ന ഈ ഓർഡറിങ് കൊടുക്കാം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓർഡർ നിങ്ങൾ വിചാരിക്കുക വെറുതെ. അപ്പൊ ഇതാണ് റോ നോട്ട് എന്ന് പറയുന്ന ആദ്യത്തെ ആള്. റോ നോട്ട്, ഇതാണ് റോ നോട്ട്. ഓക്കെ, 1, 2, 3, 4. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ മാറ്റുന്നു. ഇവനെ എങ്ങനെ മാറ്റുന്നു? റൊട്ടേഷൻ ചെയ്യുന്നു. റൊട്ടേഷൻ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1, 2, 3, 4നെ മാറ്റി റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് 4, 1, 2, 3. ഇതാണ് റോ 1. നോക്കിയടാ, ആ റോ 1 നോക്കി. ഓക്കെ, നമുക്കിവിടെ 4, 1, 2, 3 എന്ന് പറയുന്നത് റോ 3 ആയിട്ട് എഴുതിയേക്കുന്നത്. ഒരു റൊട്ടേഷൻ കൊടുത്തപ്പോൾ കിട്ടിയ ആള് 4, 1, 2, 3. ഓക്കെ, തിരിച്ചാണ് റൊട്ടേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വന്നത് കേട്ടോ. നോക്കിയടാ, 1നെ നമുക്ക് ഇവിടെ ചാടിക്കാം. ഓക്കെ, 1 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഇവിടെ 1, 2, 3, 4. കാരണം ആ സ്ഥലം മാറ്റിയില്ല. ഞാൻ ഇവനെ ഒന്ന് ചരിക്കുന്നു, ഒന്ന് റൊട്ടേഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ കിട്ടിയ ആളാണ് ഇതാ കണ്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2, 3, 4, 1. 2, 3, 4, 1. കണ്ടോ, 2, 3, 4, 1. ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യുന്നു. 3, 4, ഇവിടെ 2, ഇവിടെ 1. ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചൂട് ചാടും. നോക്കിയടാ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴും 3, 4, 1, 2. കണ്ടോ, 3, 4, 1, 2. ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്താലോ, 1 ഇവിടെ ചാടും, 1 ഇവിടെ ചാടും, 2 ഇവിടെ ചാടും, ഇവിടെ 3 ചാടും, ഇവിടെ 4 ചാടും. ഇവിടെ നിന്നാണ് വായിച്ചു കൊടുക്കുന്നത്. അപ്പൊ 4, 1, 2, 3, 4, 1, 2, 3. അപ്പൊ റൊട്ടേഷൻ വഴി നമുക്ക് ഉണ്ടാക്കുന്ന എല്ലാം കഴിഞ്ഞു. ഇനി ഒരു റൊട്ടേഷൻ കൂടി കഴിഞ്ഞാൽ ഇത് തിരിച്ചു പോകും. അത് നിങ്ങൾ വെറുതെ ഇമാജിൻ ചെയ്യുക. ഒരു സ്ക്വയർ എടുക്കുന്നു, 1, 2, 3, 4 എന്ന് നമ്പർ കൊടുക്കുന്നു. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായി? 2, 3, 4, 1 ആയി. പിന്നെ റൊട്ടേറ്റ് ചെയ്യുക. 3, 4, 1, 2 ആയി. ഒരു തവണയും കൂടെ റൊട്ടേറ്റ് ചെയ്യുക. 4, 1, 2, 3 ആയി. ഇനി റൊട്ടേഷൻ പറ്റത്തില്ല. ഇനി പറ്റുന്ന ടൈപ്പ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞുതരാവേ. നോക്കിയടാ, ഒരു സ്ക്വയർ നമ്മൾ എടുത്തു. സ്ക്വയറിനകത്ത് 1, 2, 3, 4 ആയിരുന്നു നമ്പേഴ്സ് ഉണ്ടായിരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡയഗണൽ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. നോക്കിക്കോളണേ. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ആദ്യം ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്യാം. നോക്കിക്കോ, ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കിയടാ, ഹൊറിസോണ്ടലി സ്വൈപ്പ് ചെയ്യുന്നു. അതായത് ഇവിടെ വരുന്ന സാധനം 4, 3 താഴെ വരുന്നു, 1, 2 മേളിൽ വരുന്നു. അപ്പൊ ഓർഡർ എന്തായി? 4, 3, 2, 1 ആയി. ഇതാ കിടക്കുന്ന 4, 3, 2, 1. കണ്ടോ, 4, 3, 2, 1. ക്ലിയർ അല്ലേ? 4, 3, 2, 1. ഇനി അതേപോലെ ഇതേ സാധനത്തിനെ വേറൊരു രീതിയിൽ, ഇപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടല്ലേ ഞാൻ മുറിച്ചത്, ഇനി എനിക്ക് എങ്ങനെ മുറിക്കാന്നറിയാവോ? നോക്കി, വെർട്ടിക്കലി മുറിക്കാം. വെർട്ടിക്കലി മുറിക്കുമ്പോൾ എന്ത് വരും? ഈ പറയുന്ന സാധനം ഇങ്ങനെ തിരിയും. അതായത് ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 4. അതാണ് ആദ്യം എഴുതിയേക്കുന്നത് 2, 1, 4, 3. കണ്ടോ, 2, 1, 4, 3. ഇനിയും എനിക്ക് മാറ്റാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡയഗണൽ വഴി മുറിക്കാം. എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ മുറിച്ചു.
ആ 1 3 അതേപോലെ നിർത്തുക, 2 4 മാറ്റുക, 2 4 മാറ്റി 4 2 ആക്കുക. അപ്പൊ ഇത് 1 4 3 2 ആയി. നോക്കിയടാ, 1 4 3 2 കണ്ടോ, 1 4 3 2. ഇനി ഒരു ഡയഗണൽ കൂടി ഉണ്ട്, ആ ഡയഗണലിൽ ക്രോസ് ചെയ്യാം. നോക്കിയേ, വേറൊരു രീതിയിൽ വരയ്ക്കാം. ഇതാ നോക്കിയടാ, ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ 2ഉം 4ഉം അവിടെ തന്നെ, 2ഉം 4ഉം അവിടെ തന്നെ, 1നെയും 3നെയും ഇന്റർചേഞ്ച് ചെയ്യാം. അതാണ് 3 2 1 4, 3 2 1 4, 3 2 1 4. കണ്ടോ, 3 2 1 4 കിടക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് D4ലെ എലമെന്റ്സിനെ എഴുതാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയും ഫിഗറിൽ ഉള്ളതുപോലെ അല്ലാതെ ഒരു സ്ക്വയറിൽ നിങ്ങൾക്ക് 4 മൂലകളെയും 1 2 3 4 എന്ന് വേറെ ഒരു രീതിയിൽ നമ്പർ ചെയ്യാൻ പറ്റത്തില്ല. ഓർഡറിനൊക്കെ മാറ്റം വരുത്താം. പക്ഷെ 1 2 3 4 നിങ്ങൾ ഇനി ഇത് എങ്ങനെ എഴുതിയാലും ഈ 8 എണ്ണത്തിൽ ഒരു കേസേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലാതെ ഒരു കേസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളിഗണിന് ചുറ്റും വരയ്ക്കുന്ന നമ്പേഴ്സ് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പ് ഓഫ് പെർമ്യൂട്ടേഷനുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഡൈഹീഡ്രൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അത് വേറെ, S4 വേറെ, D4 വേറെ, S4 വേറെ. D4ൽ എത്ര എലമെന്റ്സ് ഉണ്ട്? D4 നോൺ അബീലിയൻ ആണ്. D4ൽ എത്ര എലമെന്റ്സ് ഉണ്ട്? D4ൽ 8 എലമെന്റ്സേ ഉള്ളൂ. S4ൽ 24 എലമെന്റ്സ് ഉണ്ട്. ഇനി ഇതിനകത്തുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോമ്പോസിഷൻ ഓപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഐഡിയ മാത്രം മതി, എന്താണ് D4 എന്താണ് S4 എന്നുള്ള ഐഡിയ മാത്രം മതി. അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഈ പറയുന്ന സിമട്രി ഗ്രൂപ്പും പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൂഫ് ചോദിക്കാം. ഏത് പ്രൂഫ്? നിങ്ങൾ പഠിച്ച പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആണെന്ന് പഠിച്ച പ്രൂഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് 2 പെർമ്യൂട്ടേഷൻ എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. S3ലെ എലമെന്റ്സ് കണ്ടുപിടിച്ച ആ ഒരു രീതി മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. D4ലെ എലമെന്റ്സ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. പക്ഷെ എന്നാലും സ്റ്റിൽ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്ന വലിയ തിയറങ്ങൾ D4ഉമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിളോ തിയറോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.